അച്ഛാ ദാ ഇത് 20,000 രൂപയുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ ഇത് അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാ. നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ശരിയെ പറഞ്ഞു. പക്ഷെ എത്രയായാലും അവൻ നിന്റെ കൂടപ്പുറപ്പല്ലടാ. അതും അങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കൂടപ്പറപ്പും കൂട്ടക്കാരും ഒക്കെ പരസ്പരം അടുത്തറിയുമുണ്ടാവുന്ന ബന്ധങ്ങളാ. അവന്റെ ഒരു ബുദ്ധി വെച്ച് സകല കഷ്ടപ്പാടും പേറി മരണം വരെ കൂടെ കൊണ്ടുവന്നാലും അവന് ഞാനൊരു അന്യനാ. അതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്നാലും കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്. ഏതോ കൊമ്പത്തുള്ള വീട്ടുകാർക്ക് വളർത്താനല്ലേ. അല്ലാതെ ഇതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ നിർവചനം കണ്ടെത്തി അവനെവിടെ പിടിച്ചു നിർത്താൻ. അങ്ങനെ ഒരു സ്നേഹം എന്താന്ന് എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ന്യായീകരിക്കുക തന്നെയാ. ഞാൻ ജനിച്ച അംബാനി കുടുംബത്തിലായിരുന്നെങ്കിൽ അവന് പൊട്ടിച്ച് കളിക്കാൻ ആഴ്ചയിലാഴ്ചയിലെ പച്ചക്കറി മാർക്കറ്റിനെ സെറ്റ് കൊടുത്തേനെ. അതല്ലാത്തോണ്ട് ന്യായീകരിക്കുക തന്നെയാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. ഇത് രാജിക്കുള്ള ചുരിദാറാ. കാശ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുണ്ട് എടുക്കാം, അതല്ല ഈ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കാം. ഓ പഴയ കടക്കാരൊക്കെ ഒന്ന് പിരിച്ചുവിടാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ടീമിന് ഒരു അടിപൊളി പാർട്ടി. ഗേൾസ് ഇല്ലട്ടാ, ഓൺലി ബോയ്സ്. അങ്ങനെ കുടിച്ചു കുടിച്ച അർമാദിക്കണവനെ. ഇന്ന് നിന്റെ ഡേയാ. രാത്രി ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ. നന്ദി കടലടാ മോനെ. കുടിക്ക്, മോൻ കുടിക്ക്. പിസ്സ ബർഗർ ആരെങ്കിലൊക്കെ പിടിച്ച് കഴിക്കുക. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോട് ഉണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുശലിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടന് നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ളത്ര കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കൊരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫ് ഇതേപോലുള്ള VIP കള്ള് ഷാപ്പിലൊന്നും രണ്ടെണ്ണം വീഴിക്കാൻ പറ്റൂല. ചങ്കിക്കോളിന് വർത്താൻ പറയലോ. ഇടക്കിടക്ക് വരാനല്ല അവൻ പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. അല്ലേടാ മോനെ. മോൻ അവിടെ സുഖമായിട്ട് കഴിയുമെന്ന് കേൾക്കുമ്പോഴല്ലേ ചേട്ടന് ഇവിടെ മനസ്സമാധാനത്തോടെ നിർവഹിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ്ങടെ അയച്ചത് അല്ലേടാ. മ്യൂസിക് ആടാൻ വിടാം. അവൻ പോയി സന്തോഷിക്കട്ടെ. ഇനി ആർക്കും സന്തോഷിക്കണ്ട. ഡാൻസ് ഓ അതിനെതിരെ അവിടെ പോയി ഡാൻസ് ചെയ്യണം. ഇവിടെ വെറുതെ എണീറ്റുന്നാ പോലെ. Come on, come on. എന്താണോ ഈ കാണിച്ചത്? നമ്മുടെ പയ്യനാ, ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ ഇവിടെ സൈഡിൽ എവിടെ എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. കഥകിന് കുറ്റിയും കൊളത്തൊന്നുമില്ല. എൻജോയ് എൻജോയ്. Come on, that's it. All right, that's enough. Bye. Bye then. See you. Bye. Bye. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. ഏതായി ഭീകരൻ? മാമനാ? ആരുടെ മാമൻ? ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. കോമയും കുത്തുമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക. രക്ഷപ്പെട്ടു. എന്തോന്നാണ് ബസ് കാണാത്ത മാതിരി കുതിരവാലം വെച്ച് വന്നേക്കാം. ഈ മരുമാനോടെ കേറ്റിക്കൊണ്ട് പോ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ്ഫുൾ ആണല്ലോ. ഇരിക്കാൻ ചോദിച്ചാൽ കടത്തുക പതിവ്. സോറി, കണ്ടില്ല. കാണാഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ കണ്ടാലോ? മനുഷ്യന്റെ മുഖത്താണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? ഹോമോ ഒക്കെ അങ്ങ് അമ്പലത്തില്.
വിടുക. എന്താ ഇത്? മാമനും മരുമനും പുറകിലെങ്ങാൻ പോയിരുന്നേ. അയ്യോ സീറ്റ് കിട്ടി. എന്താ ഈ കാണിക്കുന്നത്? അല്ല എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടോ മാമേ. ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്? താനെന്താ മണി പിടിച്ച് കളിക്കണേ? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണുലിനെ പിടിച്ച് വലിക്കണം. വല്ലേന്ന് കൈയെടുക്കാനാ പറഞ്ഞു. ഞാൻ തുപ്പില്ലല്ലോ. അയ്യോ എന്തായി കാണിക്കണത്? തല്ലരുത്. ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില് ബസ്സിന്റെ അത് വേണം. ദേഹത്ത് തൊടല്ലേ, എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാം. ഒന്നും നിർത്തണേ. ഞാൻ പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണം. എന്റെ ദൈവമേ, ഇതെല്ലാം കൊണ്ടേ പോകും. ഞാനിതാ പോണേ. ഇറങ്ങി വാ. അങ്ങോട്ട് ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിട്ടുണ്ട് മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ല് ചെല്ല് ചെല്ല്. അവറായി ആകാശോ, ആകാശോ, ഇതിനകത്തുണ്ടോ? ഇതെവിടെ പോയി? കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതല കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ അവിടെ പോവും. കാശ് മാത്രമാണോടാ, ഒന്നിനും ബുദ്ധി വളർച്ചില്ലാത്ത പാവല്ലേ ഇത്. എന്തെങ്കിലും സംഭവിച്ചാലാ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനല്ലോ. എന്തെങ്കിലും സംഭവിച്ച എന്റെ അനിയൻ, അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. അതാ ഞാൻ പറഞ്ഞത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞ് മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഇയാളെന്താ പല്ലില്ലാത്ത ഡ്രാക്കുളക്കണ? വയറ് നിറച്ച് ബീർ ശാപ്പാട് അടിച്ചതല്ലേ, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയണം കൊളർത്തണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. നമുക്ക് പോയിക്കണം ഉറങ്ങിയിട്ട് നാളെ കാലത്ത് നോക്കാന്നേ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടിയെത്തിട്ടാ. ഊട്ടിയിലെത്തിയ ഊട്ടി ബാങ്ക്. അത് ഊട്ടിയെ വേങ്ങ. ഇവിടെയൊക്കെ അങ്ങനെ വായിക്കണേ. ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെയുള്ള ബുദ്ധി ഉണ്ടോ? ഇത്രക്കാർക്ക് ബാങ്ക് കാണുമ്പല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ, ചേട്ടാ, അതെ, ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊണ്ടുവരുന്ന പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തിയുടെ പോലത്തെ സാധനം ഇതിലെ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണ മിക്ക ആൾക്കാർ കണ്ടാലും പന്തികേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റാ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തികേട്. ഞാൻ ആ പന്തിയുടെ അല്ല ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടാ. അതെ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത്, ഈ ബാങ്ക് നോക്കാൻ വേണ്ടി എവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടിൽ കൂടി നടന്നു പോണവര് തന്നെയുള്ള ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്ററൊന്നുമല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആണെങ്കിൽ എന്താടാ അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്നു പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര? എന്റെ ഷാർപ്പ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറ്, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. അതുപോലെ നീ അടുത്ത് വാ. എന്നിട്ട് യമഹ എന്നെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിലടിക്കണം. അടിച്ചില്ല, നമഹ എന്ന് പറ. എന്റെ ശബരിമല മുര. ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാച്ച് അടിച്ചിട്ട് ശിവാസനികളെന്നാ ബാക്കിയുണ്ടോടാ? ഞങ്ങളുടെ തപ്പടോ അല്ല സാറേ, ഞങ്ങൾ അനിയനെ തപ്പി. ഞാൻ തപ്പിക്കോളാം. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ, നിന്നെ തന്നെ വയസ്സായ ഇക്കിളി മാറിയില്ലേടാ. യവന്റെ ആദ്യം മാറ്റി സൈഡിൽ ഇരുത്ത്. ഇവരെ പിടിച്ചു സാറ് വരുന്നില്ലേ? ആവോ ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി. ഊറ്റയായി ആദ്യം നിന്നെ ഞാൻ തല്ലല്ലേ? തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ വണ്ടി? ഹലോ, എവിടുന്നാ? ഇത് വീലാടാ. സ്പീൽബർഗിന്റെ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്കാ പോയാ? ഈ കേസ് കൊള്ളാലോ. ഇത് എവിടെ നിന്ന് കുറ്റിയും പറിച്ച് വരണേ?
എന്തേ ഈ സാധനം മൊത്തത്തിൽ കൊള്ളാൻ കൈകാര്യം ചെയ്ത് വിട്ടാലോ? നല്ല അടിപൊളി ബാഗാണല്ലോ, നോക്കട്ടെ. എവിടെ എവിടെ വാർഡിലേക്ക് കിടത്തിയിട്ടുണ്ട്, മയക്കത്തിലാ. എന്താണ്? ഞാൻ ശ്വാസമുട്ടിന്റെ മരുന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോഴാ 3-4 ആൾക്കാരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരണ കണ്ടത്. നോക്കുമ്പോ നമ്മുടെ ചക്കൻ ഏതോ പാലത്തിന്റെ അടിയിൽ ബോധമില്ലാണ്ട് കിടക്കണം കണ്ടു എന്നാ പറഞ്ഞത്. ആരാ നിങ്ങളൊക്കെ? പേഷ്യന്റിന്റെ ആൾക്കാരാ? അതെ, ഇവൻ ചേട്ടനാ. കുഴപ്പമൊന്നുമില്ല അല്ലേ? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? ഡോക്ടറോട് ചോദിക്കണം. ഇത് പേഷ്യന്റിന്റെയാ. ഓരോന്നിനും ഓരോ സമയമുണ്ട് മോനെ ചന്ദ്ര. ഈ ബാഗിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ തലക്കടിയേറ്റ് ഇതേ ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നവനല്ലേ നീ? അതേ ആശുപത്രിയിൽ വെച്ച് ദൈവമായിട്ട് തന്നെ നിന്റെ കയ്യിൽ കൊണ്ടു തന്നിരിക്കുകയാണ്. പാവം നിന്റെ ആകാശന്റെ അവസ്ഥയിൽ ദുഃഖമുണ്ടെങ്കിലും ഇനി കാത്തേക്കാൻ ഈ ചന്ദ്രന്റെ വയ്യന്റെ ബാഗ് ക്ഷമിക്കുക. മനസ്സ് ശാന്തമാക്കി യൂറോ ദൈവങ്ങളെ ധ്യാനിച്ച് ഞാനിതാ തുറക്കുകയാണ്. യൂറോ ഓഹോ ബിരിയാണി കട്ടാസം കിട്ടാൻ തക്കാളി കട്ട് ചെയ്തിട്ട പോലെ യൂറോന്റെ മീനെ പൂമ്പാറ്റ വേദനിക്ക കൊച്ചു കള്ളൻ. യൂറോ കിട്ടി. ഇതെന്താ ഡയറിയാ? താഴ്ത്ത് പൂട്ടുവച്ചൊക്കെയാണല്ലോ. മനുഷ്യൻ ഇങ്ങനെ ആക്രാന്ത പാടില്ല. അവിടെ അതിന് ഇനിയും ബോധം വന്നിട്ടില്ല. അപ്പഴോ അവൻ ചോദിച്ചു, ഇനി ബോധം വന്നിട്ട് എല്ലാം തീർന്നില്ലേ? ദൈവം ഇതിന്റെ ഇടയിൽ ഇതിനകത്തിരുന്ന യൂറോ മുഴുവൻ തീർത്തു നീ. എന്റെ സമനില തെറ്റിക്കില്ലട്ടാ. ഈ ബാഗിന് വേണ്ടി ഞാൻ നടത്തിയ സംഭവ ബഹുലമായ ത്യാഗങ്ങൾക്ക് ആര് സമ്മാനം പറയൂടാ? ദേ നോക്കിയേ, കുറച്ച് പ്ലാസ്റ്റിക് പൂമ്പാറ്റയും ഒരു താഴത്തെ കുറ്റിയ ഡയറിയും. ഡയറിയാ? കുത്താനവരും ബൊക്കല്ലേ കുത്ത് കരിങ്കുത്ത്. വേണ്ട, മോനു, നമുക്ക് കഞ്ഞി കുടിക്കാം. ഇപ്പോൾ നിന്റെ കഞ്ഞി സ്വഭാവം മാറിയിട്ടില്ലേ? ഒന്നിനും നല്ല ദിവസമല്ലേ? ആകാശം മോൻ ആശുപത്രിയിൽ നിന്ന് വന്ന് ആകാശത്തിലെ കാർമേഘം മാറി ഇന്നെങ്കിലും നിനക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി അവന് കൊടുത്താ നമുക്ക് കഴിച്ചൂടെ? അവനെ അംഗീകരിച്ചില്ലെങ്കിലും അവന്റെ പൗരത്വത്തെ നമുക്ക് അംഗീകരിച്ചുകൂടെ? 2 ദിവസം കൂടെ കഞ്ഞി കൊടുത്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞത്. ആയിക്കോട്ടെ, അവൻ കഞ്ഞി കുടിച്ചോട്ടെ, നമ്മുടെ വയറിനെ സന്തോഷിപ്പിക്കാനായിട്ട്. നമ്മുടെ വയറിനെ സന്തോഷിപ്പിക്കാനേ ഞാനിവിടെ ഹോട്ടൽ നടത്തില്ല. ഒന്ന് എണീറ്റ് പോയെ. നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? നോക്ക്, ഇനി മുതല് മോന്റെ കാര്യങ്ങൾ ആരെ നോക്കിയില്ലെങ്കിലും ഈ ചേച്ചി നോക്കണം കേട്ടോ. ഇനി പറ, മോന്റെ ആരാ ഞാൻ? മമ്മയല്ല, ചേച്ചി. ചേച്ചി. ഇത് മോന്റെ ആരാ? അപ്പൊ ഇത് ഞാൻ മോന്റെ ആരാ? ചേട്ടൻ. ആ ചേട്ടനാണ് ഈ ചേട്ടൻ. ഈ ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പൊ ഈ ചേട്ടൻ ആരാ? മോൻ പറയേ. ഇത് ശരിയാവും തോന്നണില്ല. നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ആകാശിന്റെ കുട്ടിക്കാലം നമ്മൾ വർക്ക് ചെയ്ത് വെച്ചത് നോക്കാം. അത് നോക്കാം. ദേ, ഇത് മോൻ കണ്ടാ? ഇതാരാ? മോൻ. കാണിക്ക്. ഞാൻ. ഇത് ഞാൻ. എന്റെ ഇതുപോലെ വളരുന്ന ഫോട്ടോ കാണിക്ക്. ദേ ചേട്ടൻ വളർന്ന് ഇതാരാ? ചെറുപ്പത്തിലെ ഫോട്ടോ ഇട്. ഇതാരാ? ചേട്ടാ. പെട്ടെന്ന് മാറ്റി. ദേ ചേട്ടൻ വളർന്ന് വലുതേ ഈ ചേട്ടനായി. ചേട്ടാ, ഓന് മനസ്സിലാവണുണ്ടോ? പെട്ടെന്ന് മാറ്റി. ഇതാരാ? ചേട്ടാ. ദേ വളർന്ന് വലുതായി ചേട്ടാ.
ദേ ഇതാരാ? ആ ചേട്ടാ, ദേ പറഞ്ഞത് വലുതേ വലുതേ ചേട്ടാ ചേട്ടാ.